ദേവസ്വം മന്ത്രിയുമായി തർക്കമില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ. തേക്കിൻകാട് മൈതാനം നവീകരിക്കുന്നതിന്റെ ചുമതല തൃശൂർ കോർപ്പറേഷനാണെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. വടക്കുംനാഥ ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരം ഏറെ പ്രശസ്തമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഗോപുരം തകർച്ചാ ഭീഷണി നേരിട്ടപ്പോൾ പുനരുദ്ധാരണം കഴിഞ്ഞ് ഈ മാസം 26-ന് അത് സമർപ്പണം നടക്കുകയാണ്. ഇതേസമയം തന്നെ ഈ കിഴക്കേ ഗോപുരത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിലവിലെ ദേവസ്വം മന്ത്രിയുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് അകൽച്ചയാണ് എന്നുള്ള പ്രചരണമുണ്ട്. വാസ്തവമാണോ? അത് ദുഷ്പ്രചരണമാണ്. കാരണം ദേവസ്വം മന്ത്രിയുമായി വളരെ അടുത്ത സൗഹൃദത്തിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമർപ്പണത്തിന് വേണ്ടി ഇത് നിർമ്മിച്ച TVS ഗ്രൂപ്പിൻ്റെ കൈൻകാര്യം ട്രസ്റ്റിൻ്റെ ആളുകൾ 26-ാം തീയതി സമർപ്പണം നടത്താം എന്ന് പറഞ്ഞത് 22-ാം തീയതിയാണ്. 23-ാം തീയതി തന്നെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. അവർ 24-ാം തീയതി പറയാമെന്ന് പറഞ്ഞ് 23-ാം തീയതി ഡേറ്റ് കിട്ടിയില്ല. 24-ാം തീയതി അറിയിച്ചത് 26-ാം തീയതി തിരുവനന്തപുരത്ത് മന്ത്രിക്ക് ഒരു പ്രധാന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് തൃശ്ശൂർ എത്തിച്ചേരാൻ കഴിയില്ല. തർക്കങ്ങളൊന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു തർക്കവുമില്ല. വളരെ പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിലവിൽ ഭരണസമിതി ഉള്ളത്. ഭരണം മാറി അങ്ങനെ പുതിയ ഓർഡിനൻസ് വേണ്ടി വരും. കാരണം പ്രത്യേക നിയമമുണ്ട്. അങ്ങനെ നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണോ? അങ്ങനെ ഒരു നീക്കവും നടക്കുന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. കാരണം നീക്കം നടക്കേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടുത്തുള്ളപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചോദിക്കാണ്ട്, തേക്കിൻകാട് മൈതാനമാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ഓരോ ബജറ്റ് കഴിയുമ്പോഴും കോടിക്കണക്കിന് രൂപ ഈ തേക്കിൻകാട് മൈതാനത്തിൻ്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ നവീകരണം എന്ന രീതിയിൽ മാറ്റിവെക്കാറുണ്ട്. പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ കടലാസിൽ എന്നല്ലാതെ ഇത്തവണയും 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് തേക്കിൻകാട് മൈതാനത്തിന്. എവിടെയാണ് പാകപ്പിഴ പറ്റിയത്? ഞാനത് 10 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചതായ വാർത്ത കിട്ടിയ വഴിക്ക് അത് ഇത്തവണ മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെലവഴിക്കുന്നത് കാണുന്നില്ല. കഴിഞ്ഞ തവണ മാറ്റിവെച്ചതിനെ സംബന്ധിച്ച് നമ്മൾ അന്നത്തെ സ്ഥലം MLA-യുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ തദ്ദേശ ഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നീക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നമ്മൾ ശ്രമിച്ചിട്ടും അത് നടന്നില്ല. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനാണ് അതിൻ്റെ മുൻകൈ എടുക്കേണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ തേക്കിൻകാട് മൈതാനത്തെക്കുറിച്ചുള്ള വിശദീകരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ നിന്ന് കിട്ടി. ഒപ്പം തന്നെ TCBയുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ദേവസ്വം മന്ത്രിയുമായി എന്തെങ്കിലും അകൽച്ചയുണ്ടോ എന്നുള്ള. അതില്ല എന്നുള്ളതാണ് പറയുന്നത്. സൗഹാർദ്ദത്തോടു കൂടി മുന്നോട്ട് പോകും എന്നുള്ളതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ രവീന്ദ്രൻ TCBയോട് പങ്കുവയ്ക്കുന്നത്. TCBക്ക് വേണ്ടി ക്യാമറമാൻ CB പോട്ടനോടൊപ്പം മുകേഷ് ലാൽ.